ഹോർമൂസിലെ യു.എസ്. ഉപരോധത്തെ പിന്തുണയ്ക്കില്ലെന്ന് നേറ്റോ അംഗങ്ങളായ ബ്രിട്ടനും ഫ്രാൻസും ഇക്കാര്യം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇറാൻ യുദ്ധത്തിൽ നേറ്റോ രാജ്യങ്ങളുടെ പിന്തുണ ലഭിക്കാത്ത പക്ഷം സഖ്യം വിടുമെന്ന് ഡൊണാൾഡ് ട്രംപും മുൻപ് അറിയിച്ചതാണ്. ഹോർമൂസ് കടലിടുക്കിൽ ശാശ്വത സമാധാനം ഉറപ്പാക്കണം എന്ന നിലപാടിലാണ് നേറ്റോ സഖ്യം. ഐസൺ ജോസ് വിവരങ്ങളുമായി ചേരുകയാണ്. ഐസൺ, ഈ നാറ്റോ രാജ്യങ്ങളുമായി ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നേരത്തെ തന്നെ ട്രംപ് ഇടഞ്ഞതാണ്. കാരണം ഈ ഹോർമൂസ് തുറക്കുന്നതിന് വേണ്ടിയുള്ള യുദ്ധത്തിൽ അമേരിക്കയ്ക്കൊപ്പം മറ്റ് നാറ്റോ രാജ്യങ്ങൾ നിൽക്കുന്നില്ല എന്നതായിരുന്നല്ലോ ട്രംപിനെ ചൊടിപ്പിച്ചത്. പക്ഷേ അമേരിക്ക ഈ രീതിയിൽ വലിയ തോതിൽ നാറ്റോ രാജ്യങ്ങളെ വിമർശിക്കുമ്പോഴും ഫ്രാൻസും അതോടൊപ്പം തന്നെ ബ്രിട്ടനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തങ്ങളുടെ നിലപാടിൽ മാറ്റം വരുത്തുന്നില്ല എന്ന സന്ദേശം വീണ്ടും നൽകുകയാണ്. തീർച്ചയായും ഗൗതം, അത്തരമൊരു സന്ദേശം തന്നെയാണ് നാറ്റോ അംഗരാജ്യങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതിന് കൃത്യമായൊരു കാരണമുണ്ട്. നാറ്റോ അംഗരാജ്യങ്ങളുടെ ഒരു അടിസ്ഥാന തത്വം അല്ലെങ്കിൽ അവർ പിന്തുടരുന്ന ഒരു നയം എന്ന് പറയുന്നത് ലോകം മുഴുവനുമുള്ള ഈ നാവിഗേഷൻ, കച്ചവട വാണിജ്യ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട കപ്പലോട്ടങ്ങളെല്ലാം തന്നെ കൃത്യമായി നിലനിർത്തണമെന്ന ഒരു നയപരമായ നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരമൊരു നീക്കത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു കപ്പൽ ഗതാഗത സംവിധാനങ്ങളും തടസ്സപ്പെടുത്തുന്ന നിലപാടുകൾ സ്വീകരിക്കേണ്ടതില്ല എന്ന ഒരു കൃത്യമായ നിലപാടെടുത്തത്. ഇന്നലെ കഴിഞ്ഞ ദിവസം ഹോർമൂസിലെ ഈ ഉപരോധം ഏർപ്പെടുത്തുന്നതിനുള്ള നീക്കങ്ങൾ അമേരിക്ക ആരംഭിച്ച ആ സാഹചര്യത്തിൽ തന്നെ അതിന് കൃത്യമായി തള്ളിപ്പറയുകയും ഇന്നലെ ഹോർമൂസിലെ ഉപരോധം 7:30 ഇന്നലെ വൈകുന്നേരം 7:30 ആരംഭിക്കുകയും ചെയ്തതോടെ അത് കൃത്യമായി വിമർശിക്കപ്പെടുകയും ചെയ്തിരുന്നു. നാറ്റോ അംഗരാജ്യങ്ങൾ ഇപ്പോൾ കളക്റ്റീവായി തന്നെ നാറ്റോ എന്ന നിലയിൽ തന്നെ അത്തരമൊരു നീക്കം വേണ്ടതില്ല എന്നൊരു നിലപാടിലേക്ക് എത്തുകയായിരുന്നു. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ ഇറാൻ ഇസ്രയേൽ US യുദ്ധത്തിൽ ഒരു ഇടപെടൽ വേണ്ടതില്ല എന്ന് നേരത്തെ തന്നെ നാറ്റോ തീരുമാനിക്കുകയും ഈ ഹോർമൂസിൻ്റെ വിഷയത്തിൽ പോലും അത്തരം ഒരു കടുത്ത നിലപാട് നാറ്റോ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ നാറ്റോ ഇക്കാര്യത്തിൽ സഹകരിക്കില്ല എന്ന് മാത്രമല്ല, അന്താരാഷ്ട്ര കപ്പൽ ചാനലുകളെല്ലാം തന്നെ സ്വതന്ത്രമായി നിലനിർത്തണമെന്ന ഒരു പൊതുധാരണയുടെ, യൂറോപ്യൻ യൂണിയൻ്റെ ആകട്ടെ അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളുടെ ആകട്ടെ അത്തരത്തിലുള്ളൊരു പൊതുധാരണയുടെ ഭാഗമായി തന്നെയാണ് നാറ്റോയുടെ നിലപാടുമുണ്ടായിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് മറ്റു സുപ്രധാനമായ നീക്കങ്ങൾ പലതും ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. നിലവിലെ സാഹചര്യത്തിൽ നാറ്റോയുടെ പിന്തുണ ഈ അമേരിക്കയ്ക്ക് ഈ കാര്യത്തിൽ, അതായത് ഹോർമൂസ് ഉപരോധവുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നില്ല എന്ന് തന്നെയാണ് കൃത്യമായൊരു നിലപാട് അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഈ നാറ്റോ അമേരിക്ക നടത്തുന്ന ഹോർമൂസിലെ ഉപരോധങ്ങൾ ഇറാനിലെ പ്രധാന തുറമുഖങ്ങളെ ഉപരോധിക്കുന്ന ആ നീക്കം നടത്തുമ്പോൾ വലിയ രീതിയിലുള്ള എണ്ണക്ഷാമം പല രാജ്യങ്ങൾക്കും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് ഈ ഹോർമൂസിലെ സംഘർഷത്തിൻ്റെ സാധ്യതയും, അതുപോലെ തന്നെ മറ്റൊരു പ്രധാന വിഷയം ചൈനയെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയേണ്ടത്, ചൈന എണ്ണ വാങ്ങുന്നത് വലിയ തോതിൽ, ചൈനയുടെ മൊത്തം എണ്ണ ആവശ്യത്തിൻ്റെ 40% ഇറാനിൽ നിന്ന് വാങ്ങുന്നുണ്ട്, ഹോർമൂസിലൂടെ വരികയും ചെയ്യുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ചൈനയെല്ലാം സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഊർജ്ജ പ്രതിസന്ധി നേരിടുന്നൊരു സാഹചര്യം ഉണ്ടാകും. അതുപോലെ തന്നെ മറ്റു പല രാജ്യങ്ങളും ഇക്കാര്യത്തിൽ ഒരു പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. മാത്രമല്ല, ഹോർമൂസിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇടപെടേണ്ടത് ആ ഹോർമൂസ് വഴി എണ്ണ കൊണ്ടുപോകുന്ന രാജ്യങ്ങളാണ് എന്ന നിലപാടും ട്രംപ് അറിയിച്ചിരുന്നു. ഈ സാഹചര്യങ്ങളെല്ലാം ചേർത്ത് വായിച്ചപ്പോഴാണ് നാറ്റോയുടെ ഈ നിലപാട് വളരെ പ്രസക്തമാവുകയും ചെയ്തത്. നിലവിലെ ഉപരോധത്തെ നാറ്റോ അംഗീകരിക്കുന്നില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ കൃത്യമായി നൽകിയിരിക്കുന്ന ഒരു സന്ദേശം. ഹോർമൂസിൽ അമേരിക്കയുടെ ഉപരോധവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നാറ്റോ രാജ്യങ്ങളും അമേരിക്കയും തമ്മിലുള്ള എതിർപ്പ് വിള്ളൽ അത് കൂടുതൽ ശക്തമാവുകയാണ്. ഈ ഉപരോധത്തെ ഒരു കാരണവശാലും അംഗീകരിക്കുന്നില്ല എന്നാണ് ബ്രിട്ടനും ഫ്രാൻസും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വ്യക്തമാക്കുന്നത്.